ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഇന്ത്യൻ ഓട്ടോമൊബൈൽ മേഖല 12% വളർച്ച കൈവരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ ഏറ്റവും വലിയ ഓട്ടോമോട്ടീവ് വാഹന പ്രദർശനമായ ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോ 2025 ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പ്രദർശനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. രാഷ്ട്രമെന്ന നിലയിൽ ഇന്ത്യ ബഹുദൂരം മുന്നേറിയതായി ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ. ലക്ഷദ്വീപ് സന്ദർശനത്തിന്റെ ഭാഗമായി അഗത്തിയിൽ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. G20 സംഘടിപ്പിച്ചതിലൂടെ ലോക വിനോദസഞ്ചാര ഭൂപടത്തിൽ ലക്ഷദ്വീപ് ഇടം നേടിയതായും ഉപരാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ അകപ്പെട്ട് ജീവൻ നഷ്ടപ്പെട്ട മലയാളി ബിനിൽ ബാബുവിന്റെ മരണം നിർഭാഗ്യകരമാണെന്നും സംഭവത്തിൽ അനുശോചനം അറിയിക്കുന്നതായും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ. റഷ്യൻ സൈന്യത്തിൽ അകപ്പെട്ട 12 ഇന്ത്യക്കാർ ഇതുവരെ കൊല്ലപ്പെട്ടതായും 16 പേരെ കാണാതായതായും അദ്ദേഹം വ്യക്തമാക്കി. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിച്ചു. 1000-ലധികം സ്ഥാനാർത്ഥികൾ ഇതിനകം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. തിങ്കളാഴ്ച വരെ പത്രികകൾ പിൻവലിക്കാം. വോട്ടെടുപ്പ് അടുത്ത മാസം 5-നും വോട്ടെണ്ണൽ 8-നും നടക്കും. കേരള നിയമസഭാ ബജറ്റ് സമ്മേളനത്തിന് തുടക്കമായി. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ നയപ്രഖ്യാപന പ്രസംഗം നടത്തി. അടിസ്ഥാന സൌകര്യ വികസനത്തിനും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനുമാണ് സർക്കാർ മുൻഗണന നൽകുന്നതെന്ന് ശ്രീ അർലേക്കർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ വ്യക്തമാക്കി. കഞ്ചിക്കോട് പുതുതായി എഥനോൾ നിർമ്മാണ പ്ലാന്റ് ആരംഭിക്കാൻ മന്ത്രിസഭ അനുമതി നൽകിയതിനെതിരെ ഉയർന്ന വിമർശനങ്ങളിൽ കഴമ്പില്ലെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ്. സർക്കാരിന്റെ മുൻപിൽ സമർപ്പിക്കപ്പെട്ട ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രപ്പോസലിൽ നിയമാനുസൃതമായ നടപടികളാണ് സ്വീകരിച്ചതെന്നും മന്ത്രി അറിയിച്ചു. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിക്ക് കേന്ദ്രവിഹിതം വൈകുന്നത് പരിഗണിച്ച് 2024 സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളിലെ കേന്ദ്രവിഹിതം ഉൾപ്പെടെയുള്ള തുക സംസ്ഥാന സർക്കാർ അനുവദിച്ചു. തുക ഹെഡ്മാസ്റ്റർമാരുടെ അക്കൌണ്ടുകളിലേക്ക് വിതരണം ചെയ്യാൻ നടപടി ആരംഭിച്ചതായി മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. സ്ത്രീകളുടെയും കുട്ടികളുടെയും ചികിത്സാ ഹബായി തലസ്ഥാനം മാറുന്നതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. തിരുവനന്തപുരം തൈക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. തമ്പാനൂർ KSRTC ബസ് ടെർമിനലിൽ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ മിന്നൽ പരിശോധന നടത്തി. വെയിറ്റിംഗ് റൂമും ബസ്സുകൾ പാർക്ക് ചെയ്യുന്ന സ്ഥലവും പരിസരങ്ങളും പരിശോധിച്ച മന്ത്രി എല്ലാ സ്ഥലങ്ങളും വൃത്തിയോടെ സൂക്ഷിക്കുവാൻ നിർദ്ദേശിച്ചു. പൊതുജനങ്ങളോട് മാന്യതയോടെ പെരുമാറണമെന്നും അദ്ദേഹം ജീവനക്കാരോട് പറഞ്ഞു. കേരള സ്കൂൾ കായികമേളയിൽ അടുത്ത വർഷം മുതൽ കളരിപ്പയറ്റ് മത്സര ഇനമാക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ഇതിനുവേണ്ടി ഗെയിംസ് മാനുവൽ പരിഷ്കരിക്കും. ദേശീയ ഗെയിംസിൽ കളരിപ്പയറ്റ് മത്സര ഇനമാക്കാത്ത ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ നടപടി പ്രതിഷേധാർഹമാണെന്നും അദ്ദേഹം പറഞ്ഞു. വിജ്ഞാന സമൂഹത്തിൽ ന്യൂനപക്ഷ വിഭാഗത്തിന് തുല്യനീതി ലഭ്യമാകണമെങ്കിൽ അവർക്ക് തൊഴിലുറപ്പാക്കണമെന്നും അക്കാര്യത്തിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും മന്ത്രി വി അബ്ദുറഹ്മാൻ. PSCയിലൂടെ സർക്കാർ മേഖലയിൽ രാജ്യത്ത് ഏറ്റവുമധികം തൊഴിൽ നൽകിയ സംസ്ഥാനം കേരളമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കോട്ടയം വൈക്കത്തെ അഞ്ചുമന പാലത്തിന്റെ ഉദ്ഘാടനം മന്ത്രി PA മുഹമ്മദ് റിയാസ് നാളെ നിർവഹിക്കും. കിഫ്ബി ധനസഹായത്തോടെ 4.02 കോടി രൂപ ചെലവിലാണ് പാലം നിർമ്മിച്ചത്. കോട്ടയം ജില്ലയിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥി മർദ്ദനത്തിന് വിധേയമായത് സംബന്ധിച്ച പരാതിയിൽ പോലീസ് അന്വേഷണം നടക്കുകയാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി. വകുപ്പ് തല അന്വേഷണം നടത്തി ഉടൻ റിപ്പോർട്ട് നൽകാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് അഡീഷണൽ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയതായും മന്ത്രി അറിയിച്ചു. പാറശാല ഷാരോൺ വധക്കേസിൽ 1ാം പ്രതി ഗ്രീഷ്മയും 3ാം പ്രതിയായ അമ്മാവൻ നിർമ്മല കുമാറും കുറ്റക്കാരെന്ന് കോടതി. 2ാം പ്രതിയായിരുന്ന ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവിനെ കോടതി വെറുതെ വിട്ടു. ശിക്ഷാവിധി നെയ്യാറ്റിൻകര സെഷൻസ് കോടതി നാളെ പ്രഖ്യാപിക്കും. ശബരിമലയിൽ മകരവിളക്ക് മഹോത്സവത്തിന്റെ ഭാഗമായുള്ള ദർശനം മറ്റന്നാൾ രാത്രി അവസാനിക്കും. ഞായറാഴ്ച വൈകുന്നേരം 6 മണിവരെ പമ്പയിൽ നിന്ന് ഭക്തരെ സന്നിധാനത്തേക്ക് കടത്തിവിടും. ഝാർഖണ്ഡിലെ പശ്ചിമ സിംഹഭൂമിയിൽ അഭിലാഷ ജില്ലാ പദ്ധതിയുടെ പുരോഗതി കേന്ദ്ര സഹമന്ത്രി L മുരുകൻ വിലയിരുത്തി. സന്ദർശനത്തിന്റെ 2ാം ദിവസമായ ഇന്ന് IIT ജഗ്നാഥ്പൂർ അദ്ദേഹം സന്ദർശിച്ചു. വികസിത ഇന്ത്യ എന്ന ലക്ഷ്യത്തിലെത്താൻ രാജ്യം അതിവേഗം സഞ്ചരിക്കുകയാണെന്നും കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു. കൊല്ലം അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിൽ നടക്കുന്ന അന്താരാഷ്ട്ര ജെൻഡർ ആൻഡ് ടെക്നോളജി സമ്മേളനത്തിൽ കേന്ദ്ര സഹമന്ത്രി രാജ്ഭൂഷൺ ചൌധരി പങ്കെടുത്തു. യുനെസ്കോ ചെയർ ഫോർ ജെൻഡർ ഇക്വാളിറ്റി ആൻഡ് വിമൻ എംപവർമെന്റിന്റെ സഹകരണത്തോടെ നടത്തുന്ന പരിപാടിയിൽ വിവിധ സെഷനുകളിലായി 50ഓളം വിദഗ്ധർ പങ്കെടുക്കും. കൊച്ചി മെട്രോ ഇലക്ട്രിക് ബസ് സർവീസിന് തുടക്കമായി. മെട്രോ ട്രെയിനിനേത് സമാനമായി സൌകര്യങ്ങളുമായി ആരംഭിച്ച ഇലക്ട്രിക് ബസ്സിന് യാത്രക്കാരിൽ നിന്ന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്.
പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.